അണുവായുധ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരാൾ തന്റെ വീടിനടിയിൽ ഒരു ബങ്കർ ഉണ്ടാക്കുന്നു. ഒരു ദിവസം ടെലിവിഷനിൽ റഷ്യ തങ്ങളെ രഹസ്യമായി ആക്രമിക്കാൻ പോവുകയാണെന്ന് കാണിക്കുന്നു. ഇത് കണ്ടയുടൻ തന്നെ അയാളും ഭാര്യയും വേഗത്തിൽ ബങ്കറിനുള്ളിലേക്ക് പോകുന്നു. അവർ വാതിലടയ്ക്കുമ്പോൾ തന്നെ അവരുടെ വീട് സ്ഫോടനത്തിൽ തകരുന്നു. അതിനുശേഷം 35 വർഷം കഴിയുമ്പോൾ വാതിൽ താനെ തുറക്കുന്ന രീതിയിൽ ഒരു അലാറം അവർ സെറ്റ് ചെയ്യുന്നു. ഭാഗ്യത്തിന് അവർക്ക് ജീവിക്കാനാവശ്യമായ എല്ലാ സാധനങ്ങളും ബങ്കറിനുള്ളിൽ നേരത്തെ തന്നെ നിറച്ചുവെച്ചിരുന്നു. അതിനാൽ അവർ രണ്ടുപേരും യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ ആ ബങ്കറിനുള്ളിൽ ജീവിക്കാൻ തുടങ്ങി. താമസിയാതെ അവർക്ക് ബങ്കറിനുള്ളിൽ ഒരു കുഞ്ഞ് ജനിക്കുന്നു. അവർ അവന് ആദം എന്ന് പേരിടുന്നു. അവൻ വളരുന്നതിനനുസരിച്ച് അവർ അവനെ എല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനെ ആ ബങ്കറിനുള്ളിൽ വർഷങ്ങൾ കടന്നുപോകുന്നു. ആദം നന്നായി വളരുന്നു. ഒരു ദിവസം 35 വർഷത്തെ കൗണ്ട്ഡൗൺ പൂർത്തിയായി ബങ്കറിന്റെ വാതിൽ യാന്ത്രികമായി തുറക്കുന്നു. ഉടൻ തന്നെ ആദമിന്റെ അച്ഛൻ മാത്രം റേഡിയേഷൻ സ്യൂട്ട് ധരിച്ച് മുകളിലേക്ക് പോകുന്നു. അവിടെയുള്ള സ്ഥലം മൊത്തത്തിൽ നശിച്ചുപോയതായി അദ്ദേഹം കാണുന്നു. അവിടെയുണ്ടായിരുന്ന ഒരു ഭവനരഹിതൻ ഇയാളെ കണ്ടിട്ട് ബോധം കെട്ടു വീഴുന്നു. അവസാനമാണ് സത്യം മനസ്സിലാക്കുന്നത്. ഒരു ആണവയുദ്ധവും നടന്നിട്ടില്ല. അവരുടെ വീടിന് മുകളിൽ ഒരു വിമാനം തകർന്നു വീണതാണ്. ഇതറിയാതെ അവർ 3 പേരും 35 വർഷം ബങ്കറിനുള്ളിൽ കഴിഞ്ഞുപോയി.